Good morning. Our new topic is collision. Collision എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ കൊളീഷൻ എന്ന് പറയുന്നത് കൂട്ടിമുട്ടലാണ്, അല്ലെ? രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമ്മൾ അതിനെ കൊളീഷൻ എന്ന് പറയുക. പക്ഷേ ഇൻ ഫിസിക്സ് കൊളീഷൻ മീൻസ് ടു ഓർ മോർ ബോഡീസ് എക്സേർട്സ് ഫോഴ്സ് ഓൺ വൺ അനദർ. രണ്ട് ബോഡി അടുത്ത് വരുമ്പം ഒരെണ്ണത്തിന്റെ ഇൻഫ്ലുവൻസ് മറ്റേതിനെ, ഒരെണ്ണത്തിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ പ്രസൻസ് മറ്റേതിന്റെ മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഫിസിക്സിൽ അതിനെ എന്തെന്ന് പറയാം? കൊളീഷൻ എന്ന് പറയാം. കൊളീഷൻ ബേസിക്കലി രണ്ട് തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് കൊളീഷന്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അതായത് ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ വന്നിട്ട് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അത് രണ്ട് പാർട്ടിക്കിളായിട്ട് ഇജക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് രണ്ട് പാർട്ടിക്കിളും ഇൻസിഡന്റ് പാർട്ടിക്കിളിനും ടാർഗറ്റ് പാർട്ടിക്കിളിനും ഈക്വൽ ആകുന്ന കേസ്, അതായത് ഇത് ഇൻസിഡന്റ് പാർട്ടിക്കിൾ, ഇത് ടാർഗറ്റ്, അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന പാർട്ടിക്കിള് M3 ആൻഡ് M4. ഇതിൽ M3 എന്ന് പറയുന്നത് M1 ആണ്, M4 എന്ന് പറയുന്നത് M2 തന്നെയാണ്. അതായത് സെയിം പാർട്ടിക്കിൾ തന്നെ കൊളൈഡ് ചെയ്തതിനു ശേഷം തിരിച്ചു പോകും. അത് ഒരു ടൈപ്പ് ഓഫ് കൊളീഷൻ. ഇത്തരം കൊളീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ്. ഓക്കെ. മറ്റൊരു തരം കൊളീഷൻ എന്ന് പറയുന്നത് M1 അത് M2 എന്ന് പറയുന്ന ഒരു ടാർഗറ്റിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഇജക്ട് ചെയ്യുന്നു. വൺ ഈസ് M3 ആൻഡ് അതർ ഈസ് M4. ഹിയർ M3 നോട്ട് ഈക്വൽ ടു M1 ആൻഡ് M4 നോട്ട് ഈക്വൽ ടു M2. അത് രണ്ടും സെയിം അല്ല. അങ്ങനെയുള്ള കേസിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസ്, അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സ്കാറ്ററിങ്ങിലാണ്. സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് രണ്ടെണ്ണം, M3 ഈക്വൽ ടു M1 ആൻഡ് M4 ഈക്വൽ ടു M2. ഈ സ്കാറ്ററിംഗ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അതായത് ഈ ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ M3 ആൻഡ് M1 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിന്റെയും ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്, മറ്റേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, or kinetic energy is not conserved. ഇതിൻ്റെ അകത്ത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിട്ടുള്ള സ്കാറ്ററിങ്ങിനെ നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയും. കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊളീഷൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി കൺസർവേഷൻ സ്കാറ്ററിങ്ങിൽ ഒബേ ചെയ്യുന്നുണ്ട് ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിലും. ഈ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിലും ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിലും രണ്ടിലും ഒബേ ചെയ്യുന്ന മറ്റൊരെണ്ണമാണ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ ആൻഡ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ. ദെൻ ലീനിയർ മൊമെന്റം കൺസർവേഷൻ എന്താണെന്ന് നമുക്കറിയാം, ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. ആംഗുലാർ മൊമെന്റം മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം, അല്ലെ? L ഈക്വൽ ടു R ക്രോസ് P, അതാണ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ ഒരു ബോഡി റൊട്ടേഷണൽ മോഷൻ നടത്തുവാണെങ്കിൽ M2 മാസുള്ള ഒരു ബോഡി, അത് അതിന് ചുറ്റും M1 മാസുള്ള ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. അത് തമ്മിലുള്ള സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ ഈ M1ന് ഒരു ലീനിയർ മൊമെന്റം ഉണ്ട് P. ഇതിലൊരു ലീനിയർ മൊമെന്റം P ഉണ്ട്. അതുകൂടാണ്ട് M2ന് അതൊരു ആംഗുലാർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു M2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗുലാർ മൊമെന്റം L ഉണ്ട്. ആ ആംഗുലാർ മൊമെന്റം L ഈക്വൽ ടു R ക്രോസ് P ആണ്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിള് ഇപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതേ പൊസിഷനിൽ നിന്ന് അത് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെന്തുണ്ട്? അതിന്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം ഉണ്ട്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന I കൊണ്ടാണ്. S ആണ്. S ഈസ് ഈക്വൽ ടു I ഒമേഗ, വേർ I ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ടോട്ടൽ ആംഗുലാർ മൊമെന്റം J എന്ന് പറയുന്നത് സം ഓഫ് L പ്ലസ് S ആണ്. ഓക്കെ. ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലാ മൂവ്മെന്റ്സിനും. കാരണം ടോട്ടൽ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറയുന്നത് dJ/dt ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. dJ/dt ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ അഫക്റ്റ് ചെയ്യാത്ത ഒരു കാരണം, ഒരു
എക്സ്റ്റേണൽ ടോർക്ക് ഇതിനെ അഫക്റ്റ് ചെയ്യാത്ത ഒന്നായതുകൊണ്ട്, അതായത് ഒരു പാർട്ടിക്കിള് ഇതിൻ്റെ അകത്ത് M1 M2 എന്ന് പറയുന്ന രണ്ട് പാർട്ടിക്കിള് അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടോർക്ക് ആയിരിക്കും അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് അതിൻ്റെ അകത്തില്ല, സീറോയാണ്. അതുകൊണ്ട് ഇന്റേണൽ ടോർക്കും സീറോയാണ്, എക്സ്റ്റേണൽ ടോർക്കും സീറോയാണ്. അതുകൊണ്ട് ടോട്ടൽ ആംഗുലാർ മൊമെന്റം J is equal to a constant എന്ന് നമുക്ക് പറയാം, അല്ലെ? അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ദെൻ ടോർക്ക് ടോ is equal to 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗുലാർ മൊമെന്റം J is conserved. Total angular momentum of the first particle നമുക്ക് എന്ത് എഴുതാം? J1 is equal to L1 plus S1 and J2 equal to L2 plus S2. Okay, ഇത് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ, ഇത് സെക്കൻഡ് പാർട്ടിക്കിൾ. Then total J is equal to നമുക്ക് എന്ത് പറയാം? J is equal to L1 plus L2 plus S1 plus S2. Then ഇത്രയുമാണ് ആംഗിൾ മൊമെന്റം കൺസർവേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി, ലീനിയർ മൊമെന്റവും ആംഗുലാർ മൊമെന്റവും 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസിലും, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് റിയാക്ഷൻസ് 3 ടൈപ്പ് കൊളീഷൻസിലും കൺസേർഡ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലബോറട്ടറി ഫ്രെയിം ആൻഡ് സെന്റർ ഓഫ് മാസ് ഫ്രെയിം. എന്താണ് ലബോറട്ടറി ഫ്രെയിം ആൻഡ് എന്താണ് സെന്റർ ഓഫ് മാസ് ഫ്രെയിം? and center of mass systems. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? ലബോറട്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോഓർഡിനേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ഫിക്സഡ് ഇൻ ദ ലബോറട്ടറി. അതായത് ഒരു സിസ്റ്റത്തിന്റെ കോഓർഡിനേറ്റ്സ് നമ്മൾ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതായത് ആ കോഓർഡിനേറ്ററിന് ഒബ്സർവറിനെ അനുസരിച്ച് മൂവ്മെന്റ് ഇല്ല. ഒബ്സർവർ ലബോറട്ടറിയിൽ സ്റ്റേഷനറി ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ കോഓർഡിനേറ്റും ഒബ്സർവറും തമ്മിൽ മൂവ്മെന്റ് ഇല്ലാത്ത കേസിൽ ഒരു ലബോറട്ടറി കോഓർഡിനേറ്റ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഓർഡിനേറ്റ്സ് ആണ് എന്ത്? ലബോറട്ടറി സിസ്റ്റം ഓർ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇതിനെ നമ്മൾ വേറൊരു പേര് പറയും ലാബ് ഫ്രെയിം എന്നൂടെ പറയും, ഓർ ലാബ് സിസ്റ്റം. ലാബ് ഫ്രെയിം ഓർ ലാബ് സിസ്റ്റം എന്നൂടെ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് നടത്തുമ്പം അത് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? M1 എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ M2 എന്ന് പറയുന്ന ഒരു ടാർഗറ്റിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ M1ന്റെ വെലോസിറ്റിയാണ് U1, M2 കൊളൈഡ് ചെയ്യുന്ന U2ന്റെ വെലോസിറ്റിയാണ് 0. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വെലോസിറ്റി v. ഈ M2 d ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഈ ആംഗിള് ഫൈ. d ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഈ ആംഗിള് ആണ്. ഓക്കെ, അപ്പം രണ്ട് പാർട്ടിക്കിൾ ഇജക്ട് ചെയ്തു. ഒരെണ്ണം M1 തന്നെയാണ്, മറ്റേത് M2 തന്നെയാണ്. ഈ കൊളീഷന് ശേഷം M1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്, M2 മൂവ് ചെയ്യുന്ന വെലോസിറ്റി v2 ആണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v2 ആണ്. ഓക്കെ, അപ്പൊ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ 2 പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ബിഫോർ സ്കാറ്ററിംഗ് ആൻഡ് ആഫ്റ്റർ സ്കാറ്ററിംഗ് ഈക്വൽ ആണ്. T0 ആണ് kinetic energy, total kinetic energy of the 2 particles before scattering T0 ആണ്. അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E ആണ്, പൊട്ടൻഷ്യൽ എനർജി U ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ എനർജി E is equal to T0 plus U before scattering. ഓക്കെ, ബിഫോർ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0 ആണ്, കാരണം പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. Therefore total E is equal to T0. അതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. E is equal to T0 which is a constant. Okay, പിന്നെ T1 and T2 kinetic energy of M1 and M2 എന്ന് പറയുന്നത് T1 and T2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ സ്കാറ്ററിംഗിലെ കൈനറ്റിക് എനർജി, ബിഫോർ സ്കാറ്ററിംഗിലെ കൈനറ്റിക് എനർജി T1 and T2 ആണ്.
ആഫ്റ്റർ സ്കാറ്ററിംഗിലെ കൈനറ്റിക് എനർജി സ്മോൾ t1 ആൻഡ് t2 ആണെന്ന് വിചാരിക്കുക. ദെൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ T0 എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ സ്കാറ്ററിംഗ് T0 is equal to T1 plus T2 which is equal to total kinetic energy after scattering T1 plus T2. അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിലാണെങ്കിലോ T1 plus T2 എന്ന് പറയുന്നത് ഈക്വൽ അല്ല, T1 plus T2 ഗ്രേറ്റർ ദാൻ T1 plus T2. ഇത് ഇല്ല, ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ, സെക്കൻഡ് വൺ ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ. ഓക്കെ, ഫോർ റിയാക്ഷന്റെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? T1 plus T2 ഗ്രേറ്റർ ദാൻ T1 plus T2 ആകാം, അല്ലെങ്കിൽ T1 plus T2 ലെസ് ദാൻ T1 plus T2 ആകാം. എന്ത് വേണമെങ്കിലും ആകാം, അതിന് ചേഞ്ച് വരണം എന്നുള്ളതേ ഉള്ളൂ ഇൻ കേസ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് മാസ് ഫ്രെയിമിന്റെ പ്രത്യേകത ഇതാണ്. ലബോറട്ടറി ഫ്രെയിമിലാണ്, അത് ഫിക്സഡ് ആണ്. ഒബ്സർവറിനെ അപേക്ഷിച്ച് സെന്റർ ഓഫ് മാസ് അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്ത കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് എങ്ങനെയാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗിലും ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിലും റിയാക്ഷൻസിലും ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്തത് സെന്റർ ഓഫ് മാസ് സിസ്റ്റം. എന്താണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം? സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ഈസ് ഫിക്സഡ് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്. മറ്റേത് വിത്ത് റെസ്പെക്ട് ടു ലബോറട്ടറി ഫിക്സഡ് ആണ്, ഇത് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് അത് ഫിക്സഡ് ആണ്. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൂവിങ് വിത്ത് എ സർട്ടൻ കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലബോറട്ടറി ഓർ ഒബ്സർവർ. ഒബ്സർവറിനെയോ ലബോറട്ടറിയോ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസും അതുപോലെ തന്നെ മൂവ് ചെയ്യും. പക്ഷേ സെന്റർ ഓഫ് മാസിനെ അനുസരിച്ച് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഓഫ് റെഫറൻസും പാർട്ടിക്കിളിനോടൊപ്പം മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് എന്തുണ്ട്? ഓൾറെഡി ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കും ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. അതുപോലെ തന്നെ ടോട്ടൽ എനർജിയും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ രണ്ട് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാണ്, M1 M2. അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് കരുതുക. M1 നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് R1, M2 നിന്നുള്ള ഡിസ്റ്റൻസ് R2 ആണ്. നമുക്ക് ഇതിന്റെ R1 ഡാഷ് ആൻഡ് R2 ഡാഷ് എന്ന് വിളിക്കാം ബിഫോർ കൊളീഷൻ. ഇതിന്റെ വെലോസിറ്റി U1 ഡാഷ് ആൻഡ് U2 ഡാഷ് എന്ന് വിളിക്കാം. ഇത് ബിഫോർ കൊളീഷൻ ആണ്. അപ്പൊ കൊളീഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ U1 ഡാഷ് ഇങ്ങനെ മൂവ് ചെയ്തു, അത് ഇവിടെ ഇരുന്ന പാർട്ടിക്കിളിൽ കൊളൈഡ് ചെയ്തു. എന്നിട്ട് U2 ഡാഷ് അതേപോലെ മൂവ് ചെയ്തു. പിന്നെ M1 എന്ന് പറയുന്ന പാർട്ടിക്കിള് V1 ഡാഷ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ടും, M2 എന്ന് പറയുന്ന പാർട്ടിക്കിള് ഡാഷ് വെലോസിറ്റിയിൽ ഇങ്ങോട്ടും മൂവ് ചെയ്തു. ഓക്കെ, അതാണ് ആ ഒരു കേസിൽ ആ സെന്റർ ഓഫ് മാസിന് വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് അനുസരിച്ചത് ഇതിന്റെ മൂവ്മെന്റ് ഇവിടെ ഒരു തീറ്റ ആംഗിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ പാർട്ടിക്കിൾ M2 എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിലാണെന്നാണ് കൺസിഡർ ചെയ്തത്. അതായത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലാബ് സിസ്റ്റം എന്ന് പറയുന്നത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു M2 ആണ്, കാരണം M2 ഈസ് ഈക്വൽ ടു 0. പക്ഷേ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു M2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വെലോസിറ്റി ഓഫ് M2 ഡാഷ് ആൻഡ് M1 ഡാഷ് അത് രണ്ടും എങ്ങനെയാ വരിക? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്, ഈ രണ്ട് സിസ്റ്റവും ലബോറട്ടറി സിസ്റ്റവും സെന്റർ ഓഫ് മാസ് സിസ്റ്റവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അത് ഡിസ്പ്ലേസ്മെന്റ് ആയാലും വെലോസിറ്റി ആയാലും, നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റി മറ്റൊരു സിസ്റ്റത്തിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒന്ന് ലാബ് സിസ്റ്റം, മറ്റേത് സെന്റർ ഓഫ് മാസ് സിസ്റ്റം.
ഈ ലബോറട്ടറി സിസ്റ്റത്തിൽ R1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് സെന്റർ ഓഫ് മാസ് ആവുമ്പോൾ R1 ഡാഷ് പ്ലസ് വി ടി ആണ്. കാരണം ഈ വി ടി എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന് ഓൾറെഡി ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് R. അപ്പോൾ ഓൾറെഡി അതിനുള്ള പൊസിഷൻ R1 ഡാഷ് പ്ലസ് വി ടി. ഓക്കെ. ദെൻ ലാബ് സിസ്റ്റത്തിൽ R2 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും? R2 ഡാഷ് പ്ലസ് വി ടി. അതാ സെന്റർ ഓഫ് മാസ് ഫ്രെയിമിന്റെ മൂവ്മെന്റ് ആണ്. Then what is R1 minus R2? R1 minus R2 is equal to R1 dash minus R2 dash. Okay. Then what is U1? U1 means U1 is equal to U1 dash plus V and U2 is equal to U2 dash plus V. Okay. Then what is U1 minus U2? That is U1 dash minus U2 dash. Okay. പക്ഷേ ഒരു ലാബ് സിസ്റ്റത്തിൽ നമുക്കറിയാം U2 ഈക്വൽ ടു 0 ആണ്. Then U1 ലാബ് സിസ്റ്റത്തിൽ U2 ഈസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് U2 ഡാഷ് പ്ലസ് V ഈസ് ഈക്വൽ ടു 0 ആണ്. U2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? U1 മൈനസ് U2 ഈസ് ഈക്വൽ ടു U1 ഡാഷ് മൈനസ് U2 ഡാഷ് എന്ന് എഴുതാം. Then U2 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ U2 ഡാഷ് അല്ല U1 is equal to U1 dash minus U2 dash എന്ന്. ഈ U2 dash minus എന്ന് പറയുന്നത് U2 dash minus എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ ഫ്രെയിമിൽ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ U2 dash minus എന്ന് പറയുന്നത് മൈനസ് V ആണ്. ദെൻ U1 is equal to നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്ക് എന്ത് എഴുതാം? U2 dash is equal to minus V ആണ്. കാരണം they are equal and opposite. Therefore, U1 is equal to U1 dash minus U2 dash. Other equation. അതുപോലെ തന്നെ V1 is equal to V1 dash plus V1 dash plus V ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് V1 minus V2. V1 minus V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 dash minus V2 dash. അതായത് ഇതിനകത്ത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. ലബോറട്ടറി ഫ്രെയിമിലെ R1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ R1 പ്ലസ് വി ടി ആയിട്ട് എടുക്കും. അതായത് ലബോറട്ടറി ഫ്രെയിമിലെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് ഫ്രെയിം ആകുമ്പോൾ ആ സെന്റർ ഓഫ് മാസ് ഇപ്പം ഒരു പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്ന R1 ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യുന്ന സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി V, മൂവ് ചെയ്ത ടൈം T. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം. ആ എക്സ്ട്രാ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് R ഡാഷ് പ്ലസ് വി ടി. അങ്ങനെയാണ് R ഡാഷ് പ്ലസ് വി ടി എന്ന് വന്നിരിക്കുന്നത്. R2ഉം അതുപോലെ തന്നെ. R1 മൈനസ് R2 എന്ന് പറയുമ്പോൾ R1 ഡാഷ് അതെന്ത് വരും? R1 ഡാഷ് പ്ലസ് വി ടി മൈനസ് R2 ഡാഷ് മൈനസ് വി ടി. പ്ലസ് വി ടി മൈനസ് വി ടിയും കൂടെ കളഞ്ഞിട്ടാണ് R1 ഡാഷ് മൈനസ് R2 ഡാഷ്. പിന്നെ U1 ഈസ് ഈക്വൽ ടു U1 ഡാഷ് പ്ലസ് വി. അത് ജസ്റ്റ് ഈ R1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് U1. ഇവിടെ R1 ഡാഷ് പ്ലസ് വി ടി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് U1 ഡാഷ് പ്ലസ് വി കിട്ടിയത്. അതുപോലെ തന്നെ R2നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ U2. ഇവിടെ R2 ഡാഷ് പ്ലസ് വി ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ U1 മൈനസ് U2 കണ്ടുപിടിച്ചു. അതുപോലെ ഇതിനെ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ U1 ഡാഷ് മൈനസ് U2 ഡാഷ് വി ക്യാൻസൽ ചെയ്തു. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ആ യുവിനെ അതുപോലെ തന്നെ വിയുടെ ടേംസിലേക്കും കൺവേർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അത് ചെയ്തിട്ടില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ പൊസിഷൻ വെക്റ്റർ R എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ്, ദ പൊസിഷൻ വെക്റ്റർ R ഓഫ് സെന്റർ ഓഫ് മാസ് ഇൻ ലാബ് സിസ്റ്റം. ലാബ് സിസ്റ്റത്തിലെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ അതും കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. ഡൈനാമിക്സ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ നമ്മൾ പഠിച്ചു. M1 R1 പ്ലസ് M2 R2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? M1 പ്ലസ് M2 ഇൻറ്റു R. ഇതിൽ M1 പ്ലസ് M2നെ നമ്മൾ ക്യാപിറ്റൽ M എന്ന് കൊടുത്താൽ M ഇൻറ്റു R എന്ന് എഴുതാം അല്ലെ. ഇനി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി എന്ത് വരും? M1 R1 ഡോട്ട് പ്ലസ് M2 വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് കേട്ടോ. M2 R2 ഡോട്ട് ഈസ് ഈക്വൽ ടു M ഇൻറ്റു R ഡോട്ട് എന്ന് പറഞ്ഞാൽ M1 R1 ഡോട്ട് എന്ന് പറഞ്ഞാൽ U1 പ്ലസ് M2 R2 ഡോട്ട് എന്ന് പറഞ്ഞാൽ U2 ഈക്വൽ ടു M ഇൻറ്റു R ഡോട്ട് V. ദെൻ ലാബ് സിസ്റ്റത്തിൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? V ഈസ് ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 ഡിവൈഡഡ് ബൈ M. അതിൻ്റെ അകത്ത് U2 ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം ലാബ് സിസ്റ്റത്തിൽ. Therefore V ഈസ് ഈക്വൽ ടു M1 U1
divided by m. M means m1 plus m2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞു ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. മാത്രമല്ല ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്ന് മാത്രമല്ല ആ ലീനിയർ മൊമെന്റം സീറോയും കൂടിയാണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് വരും? m1 u1 ഡാഷ് പ്ലസ് m2 u2 ഡാഷ്. അതായത് ബിഫോർ കൊളീഷന്റെ ലീനിയർ മൊമെന്റം സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ബിഫോർ കൊളീഷൻ m1 പാർട്ടിക്കിൾ u1 ഡാഷ്. അപ്പോൾ m1 ന്റെ ലീനിയർ മൊമെന്റം m1 u1 ഡാഷ്. പിന്നെ ആ പാർട്ടിക്കിൾ പോയി ഇടിക്കുന്നത് ഒരു ടാർഗറ്റ് പാർട്ടിക്കിളിൽ m2 ൽ, അതിന്റെ വെലോസിറ്റി u2 ഡാഷ്. ദെൻ അതിന്റെ മൊമെന്റം m2 u2 ഡാഷ്. അതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് മൊമെന്റം ബിഫോർ കൊളീഷൻ, ദാറ്റ് ഈസ് m1 u1 ഡാഷ് പ്ലസ് m2 u2 ഡാഷ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? പാർട്ടിക്കിൾ m1 കൊളീഷന് ശേഷം അതിന്റെ വെലോസിറ്റി v1 ഡാഷ് പ്ലസ് പാർട്ടിക്കിൾ m2 കൊളീഷന് ശേഷം അതിന്റെ വെലോസിറ്റി v2 ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിനെ തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ആദ്യത്തതിൽ നിന്ന് m1 u1 ഡാഷ് പ്ലസ് m2 u2 ഡാഷ് ഈക്വൽ ടു 0. Then m1 u1 dash equal to minus m2 u2 dash. Then u1 dash by u2 dash is equal to minus m2 divided by m1. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? m1 v1 dash is equal to minus m2 v2 dash. Then v1 dash by v2 dash is equal to minus m2 divided by m. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ u1 ഡാഷ് ബൈ u2 ഡാഷ് ഈക്വൽ ടു v1 ഡാഷ് ബൈ v2 ഡാഷ് ഈക്വൽ ടു മൈനസ് m2 ഡിവൈഡഡ് ബൈ m. ഓക്കെ, ഇതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയും മാസും തമ്മിലുള്ള ഒരു റിലേഷൻ. ഓക്കെ, ഇത് മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എഴുതി അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, v കണ്ടുപിടിച്ചു, മൊമെന്റം 0 ആണെന്നുള്ള കോൺസെപ്റ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, പിന്നെ കൈനറ്റിക് എനർജി കൺസർവേഷനിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ് ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു ആ m1 ന്റെ വെലോസിറ്റി u1 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു u2 ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു ആഫ്റ്റർ കൊളീഷൻ ഇത് മൂവ് ചെയ്യുന്നത് v1 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 ഡാഷ് സ്ക്വയർ. ഓക്കെ, എന്നിട്ട് ഈ u1 ഡാഷിനും u2 ഡാഷിനും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ u1 ഡാഷ് എന്ന് പറയുന്നത് m2 ന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ u1 ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് m2 ബൈ m1 ഇൻറ്റു u2 ഡാഷ്. മനസ്സിലായോ ഇതെങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, u1 ഡാഷ് ബൈ u2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് m2 ബൈ m1. അതിൽ നിന്ന് u1 ഡാഷിന് നമ്മൾ മൈനസ് m2 ബൈ m1 ഇൻറ്റു u2 ഡാഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, പിന്നെ u2 ഡാഷിന് അത് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ v1 ഡാഷിനെയും നമ്മൾ മാറ്റും. ആ v1 ഡാഷിനെ മാറ്റുന്ന രീതി എന്താണ്? v1 ഡാഷ് ബൈ v2 ഡാഷ്. നമുക്ക് ഇവിടെ നിന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് v1 ഡാഷ് ബൈ v2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് m2 ബൈ m1 ആണ്. അതിൽ നിന്ന് നമ്മൾ v1 ഡാഷിനെ നമുക്ക് എങ്ങനെ മാറ്റാം? മൈനസ് m2 ബൈ m1 ഇൻറ്റു v2 ഡാഷ് എന്ന് മാറ്റാം. അപ്പോൾ രണ്ടും v2ന്റെയും u2ന്റെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഹാഫ് ഇൻറ്റു m1 u1 എന്ന് പറഞ്ഞാൽ മൈനസ് m2 ബൈ m1 u2 ഡാഷ് ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 u2 ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m1 v1 പകരം മൈനസ് m2 ബൈ m1 v2 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 v2 ഡാഷ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു m1 m2 സ്ക്വയർ ബൈ m1 സ്ക്വയർ u2 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 u2 ഡാഷ് സ്ക്വയർ ഹാഫ് ഇൻറ്റു m1 m2 സ്ക്വയർ ബൈ m1 സ്ക്വയർ v2 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 v2 ഡാഷ് സ്ക്വയർ അല്ലേ? ദെൻ നമുക്ക് എന്ത് എഴുതാം? ഇതിൽ നിന്ന് ഹാഫ് ഇൻറ്റു m1 ക്യാൻസൽ ചെയ്തു, ദെൻ m2 സ്ക്വയർ ബൈ m1 ഇൻറ്റു u2 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 u2 ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m2 സ്ക്വയർ ബൈ m1
v2 dash square plus half into m2 v2 dash. Then the m2 square by 2m1 plus m2 by 2 into u2 dot square equal to m2 square by 2m1 plus m2 by 2 v2 dot square. എഴുതാമല്ലോ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ u2 dot square equal to v2 dot square. ഓക്കെ. അപ്പോൾ കൈനറ്റിക് എനർജി കൺസർവേഷനിൽ നിന്ന് നമുക്ക് പുതിയ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന വേറൊരു ഇക്വേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൈനറ്റിക് എനർജി കൺസർവേഷനിൽ നിന്നും മൊമെന്റം കൺസർവേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്. അപ്പോൾ അത് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി കൈനറ്റിക് എനർജി ഇൻ ലാബ് ആൻഡ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയൊന്ന് പഠിച്ചിട്ടിരുന്നാലേ മനസ്സിലാവുള്ളൂ. എഴുതി തന്നെ പഠിക്കണം. നോട്ട് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.